വാഴ 1 ഇറങ്ങി പ്രേക്ഷകരൊക്കെ സ്വീകരിച്ചു. കൂടെ തന്നെ വാഴ 2 ഹാഷിറിന്റെ ടീമിന്റെ പടം എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്ത് 2026 വാഴ 2 പുറത്തിറക്കി. വാഴ 1 ഇറങ്ങിയപ്പോൾ ഹാഷിറിനെയൊക്കെ കണ്ടപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നേലും ചിലവർക്കൊക്കെ സെക്കൻഡ് പാർട്ട് എന്ന് കേട്ടപ്പോൾ ചൊറിഞ്ഞു കയറിയതാണ്. നിങ്ങളെല്ലാം സെക്കൻഡ് പാർട്ട് വരും. എന്തിനാണ് ഈ സെക്കൻഡ് പാർട്ട്? എന്താണ് നിങ്ങൾക്കൊക്കെ ഒരു പടം എടുത്തങ്ങ് നിർത്തിക്കൂടാണ്? എന്തിനാണ് ഈ വെറുതെ ഒരു കാര്യമില്ലാതെ? എന്നാലും അന്ന് കുറെ പേര് ഇവരെ ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നീട് ഇവരുടെ പടം 2 വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങിയത്. ഓഡിയൻസ് ഒക്കെ അപ്പോഴും മറന്നു തുടങ്ങിയിരുന്നു. അന്ന് പ്രതീക്ഷ വെച്ച പലർക്കും അവരുടെ എക്സ്പെക്ടേഷനും പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ കൊച്ചു കേരള എന്ന ട്രാക്കൊക്കെ പുറത്തിറങ്ങിയപ്പോ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? പക്ഷേ അതെല്ലാം ട്രെയിലർ ഇറങ്ങുന്ന വരെ മാത്രം. ഒരു പ്രോമിസിങ് ട്രെയിലർ ഇറക്കി അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് പടം ഇറങ്ങിയപ്പോൾ ആരും വിചാരിക്കാത്ത ഒരു ലെവലിലായിരുന്നു പടത്തിന്റെ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ വാഴ 2 200 കോടി രൂപക്കടുത്ത് കളക്ഷനും അടിച്ചു. അങ്ങനെ വാഴ ഫ്രാഞ്ചൈസ് വിജയിച്ചു പോകുമ്പോഴാണ് വാഴ 3 കൂടെ വരാനുണ്ടെന്ന് ഡയറക്ടർ വിപിൻ ദാസ് ഒരു ഹിന്റ് തന്ന് നാളെ കാണാം എന്നും പറഞ്ഞ് പോയത്. ഓഡിയൻസ് ഒക്കെ ത്രില്ലിലായി. വാഴ 1 ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്, വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ്. അപ്പൊ വാഴ 3 ബയോപിക് ഓഫ് എ ബില്യൺ അതെന്താവും എന്നാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. നോർമലി ഫ്രാഞ്ചൈസിയുടെ സ്വഭാവം വെച്ച് പലരും കുഡോസ് മൈൻസിന്റെ ടീമിന്റെ പടം ആയിരിക്കും അത് എന്ന് വിചാരിച്ചു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു അനൗൺസ്മെന്റ് വന്നു. വാഴ 3. വാഴ 3 സ്ത്രീയുമാണ്. വാഴ 3 എന്ന് പറയാല്ലേ. ബയോപിക് ഓഫ് ബില്യൺ ഗേൾസ്. വാഴ 3 ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വാഴ 3 നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. പക്ഷേ വി നീഡഡ് ഇറ്റ്. ഈ ഗേൾസിന്റെ ബയോപിക് ആണ് പടം എന്ന് പറഞ്ഞതിന്റെ പേരിൽ വലിയൊരു പ്രശ്നം ഉണ്ടായത് അറിഞ്ഞു കാണുമല്ലോ. സംഭവമുള്ള കാര്യം പറയാലോ. ആദ്യം ഈ ഒഫീഷ്യൽ പോസ്റ്റേഴ്സിന്റെ കമന്റിൽ കണ്ടതൊക്കെ ആണുങ്ങളുടെ ഭാഗത്തു നിന്നും ഹെവിലി പോസിറ്റീവ് കമന്റ്സ് മാത്രമായിരുന്നു. അത് മേ ബി ഞാൻ മറ്റുള്ളത് കാണാത്തത് കൊണ്ടോ ഓർ ആ ഡിസ്കഷൻ നടന്നത് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ആയതുകൊണ്ടോ ആയിരിക്കാം. എനിവേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാഴ 3 ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ് ആയതിനാൽ കുറെ മെയിലീഗോ ഉള്ള ആണുങ്ങൾ വന്ന് പറഞ്ഞു ഗേൾസിനെ കൊണ്ടൊക്കെ എന്ത് പറ്റാനാ, ഗേൾസിന്റെ ലൈഫിൽ നിന്നും എന്ത് സിനിമയാക്കാനാ, അങ്ങനത്തെ ടോക്കൊക്കെ ആണുങ്ങളുടെ ഭാഗത്തു നിന്നും വന്നു. ആൻഡ് ഇതൊക്കെ കണ്ടാൽ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് ജെൻഡറിൽ ഉള്ളവർക്ക് കൊള്ളും. അങ്ങനെ കുറെ ഗേൾസ് ഇതിനെ കുറിച്ച് പ്രതികരിച്ചു. പിന്നീട് അങ്ങനത്തെ കുറെ വീഡിയോസിൽ കുറെ കമന്റ്സ് മോശമായിട്ടുള്ളത് ആണുങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താലേ ഈ ആൾക്കാർക്കൊന്നും വേറെ പണിയില്ലേ? ഇതിന്റെ പേരിലൊക്കെ തല്ലുകൂടി എനർജിയും ടൈമും വേസ്റ്റ് ചെയ്യാന്നല്ലാണ്ട്. ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ മാത്രം ഇറങ്ങിയ ഒരു പടത്തിനെ കുറിച്ച് അതിന്റെ കാസ്റ്റിംഗ് കണ്ടിട്ടോ ട്രെയിലർ കണ്ടിട്ടോ ഒന്നുമല്ല. പല ആൾക്കാർക്കും ഈ കുരു കൂട്ടുന്നത് അത് ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ് ആയതുകൊണ്ട് മാത്രമാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ വൻ ബാഡല്ലേ. ഈ വീഡിയോ അങ്ങനെ മെയിലീഗോ കാണിച്ച ആരെങ്കിലും കാണണ്ടേ ബ്രോ? നമ്മുടെ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റ് ഇപ്പോഴും ഒരു ഫീമെയിൽ സെൻട്രിക് മൂവിയാണ് എന്നുള്ളത് നമ്മളൊക്കെ അത്ര നല്ല ഓഡിയൻസ് ആണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. എന്നിട്ട് ഇമാതിരി സ്വഭാവം കാണിച്ചിട്ട് വില കളയരുത്. അങ്ങനെ ഈ കോൺട്രവേഴ്സി ഒക്കെ എപ്പോഴത്തെയും പോലെ 2 ദിവസത്തിന് ശേഷം കെട്ടടങ്ങി. ഇനി നമുക്ക് എങ്ങനെയാവണം വാഴ 3 എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഗേൾസിന്റെ ഒരു ബയോപിക് എന്ന രീതിയിൽ മലയാളത്തിൽ അധികം സിനിമകളൊന്നും വന്നിട്ടില്ല. ആ ഒരു കാറ്റഗറിയോട് കുറച്ചെങ്കിലും മാച്ച് ആവുന്നത് സൂപ്പർ ശരണ്യാണ്. ആസ് എ മെയിൽ ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അവരുടെ ലോകത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമ, അത് കാണാൻ നല്ല റീഫ്രഷിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് മാത്രം കേട്ടോ. അർജുൻ അശോകന്റെ ക്യാരക്ടർ കഥയിലേക്ക് കയറിയ ശേഷം സിനിമ ഒരു യൂഷ്വൽ പൈങ്കിളി ട്രാക്കും പിടിച്ച് വേറെ എങ്ങോട്ടോ പോയി. അവിടെയാണ് സൂപ്പർ ശരണ്യക്ക് പാളിയതും വാഴ 3ക്ക് പോസിബിലിറ്റീസ് ഉള്ളതും. ബോയ്സിന്റെ ഫ്രണ്ട്ഷിപ്പും കഥകളും പറയുന്ന സിനിമകൾ എല്ലാ വർഷവും 2-3 വെച്ച് റിലീസ് ആവുന്നതാണ്. പക്ഷെ ഗേൾസിന്റെ ഫ്രണ്ട്ഷിപ്പ് മാത്രം പറയുന്ന ഒരു ഫുൾ മൂവി മലയാളത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് വിരലിൽ എണ്ണാവുന്നത് മാത്രമായിരിക്കും. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഒരു ഫീമെയിൽ സെൻട്രിക് ഇമോഷണൽ പടം എടുക്കാൻ നല്ല ധൈര്യം വേണം. അതിന് നമ്മുടെ വാഴ ഫ്രാഞ്ചൈസിയുടെ ഫൗണ്ടറായ വിപിൻ ദാസിന് ഒരു ഹാറ്റ്സ് ഓഫ്. നേരത്തെ പറഞ്ഞ പോലെ എവിടെയാണോ സൂപ്പർ ശരണ്യക്ക് പാളിയത് അവിടെയാണ്
വാഴ 3ക്ക് സ്കോപ്പ് ഉള്ളത്. ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അവരുടെ നോർമൽ ഇമോഷൻസിനെ കുറിച്ചൊക്കെ. എപ്പോഴും സിനിമയിൽ കാണുന്ന പോലെ ഏതോ ഒരുത്തിന് വളയുന്ന ഒരു ഗേൾ ക്യാരക്ടറും പിന്നീട് നടക്കുന്ന ക്ലീശേ കാര്യങ്ങളും അല്ലാതെ അവരുടെ കോറിൽ നിന്നുകൊണ്ടുള്ള അവരുടെ നോർമൽ ലൈഫിലെ അപ്സ് ആൻഡ് ഡൗൺസിനെ കുറിച്ച് സംസാരിക്കുന്ന ഹ്യൂമറിലൂടെ തുടങ്ങി എല്ലാവരെയും ഇമോഷണലി കണക്ട് ചെയ്ത് ക്യാരക്ടേഴ്സിനൊക്കെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട് ഹ്യൂമർ ഒക്കെ കഴിഞ്ഞ് സ്ട്രഗിളിലേക്ക് പോയി അവസാനം ഇമോഷണൽ കാര്യങ്ങളൊക്കെ കാണിച്ച് ഒരു യൂഷ്വൽ വാഴ ടെംപ്ലേറ്റ് പടം. അങ്ങനെ ഒരു സിനിമ വാഴ 2വിന്റെ അതേ ക്വാളിറ്റിയിൽ വന്നാൽ വാഴ 3 ഷുവർ ഷോട്ട് ഹിറ്റായിരിക്കും. ഹിറ്റാകുമെന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ മെയിലീഗോ ചിന്താഗതിയുള്ള പലർക്കും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ മാറ്റിയെടുക്കാനും ആ ഒരു സിനിമയെ കൊണ്ട് സാധിച്ചേക്കും. അതിനൊരു എക്സാമ്പിള്, എല്ലാ വർഷവും വിഷുവിന് ഈ ചേട്ടൻ വീഴുന്ന സ്റ്റോറി ഇട്ടിരുന്നവരും കണ്ട് ചിരിച്ചിരുന്നവരും ഇപ്രാവശ്യം വിഷുവിന് അത് ഓർത്തൊന്ന് വിഷമിച്ച പോലെ. ആരും ആ വീഡിയോ സ്റ്റാറ്റസ് ആക്കാത്തതിന്റെ കാരണം വാഴ 2 ആയിരുന്നു. സിനിമക്ക് തീർച്ചയായും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞാലും ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വാഴ 3യുടെ റൈറ്റർ വിപിൻ ദാസും ഡയറക്ടർ വിശ്വൻ ശ്രീജിത്തും ആയതിനാൽ ഒരു ആണിന് എത്രത്തോളം ഈ ഫീമെയിൽ വാഴ കൺസെപ്റ്റിന് ജസ്റ്റിസ് കൊടുക്കാൻ കഴിയും എന്നത് ഡൗട്ട്ഫുൾ ആണ്. അവരുടെ കൂടെ ഫീമെയിൽ കോ റൈറ്റേഴ്സും കൂടെ ഉണ്ടെങ്കിൽ അത് സിനിമ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് നൽകാൻ പോകുന്ന റിലേറ്റബിലിറ്റി 10 മടങ്ങ് കൂട്ടും. വാഴ ഫ്രാഞ്ചൈസിയുടെ സക്സസ് തന്നെ ഈ പറയുന്ന റിലേറ്റബിൾ ഫാക്ടർ ആണല്ലോ. ഈ റിലേറ്റബിലിറ്റി എഴുതാൻ കഴിയുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. സോ ഫീമെയിൽ പെർസ്പെക്റ്റീവ് ഡീപ്പായിട്ട് അറിയുന്നത് ഗേൾസിന് തന്നെയാണ്. അപ്പോൾ ഗേൾസ് സിനിമയുടെ ക്രൂവിൽ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ മേക്ക് എ ഗുഡ് ഇമ്പാക്ട്. അതിനെതിരെ പലർക്കും പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് മെയിൽസ് എഴുതിയ കഥകളാണ് ജയ 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 ഹേ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ശരിയാണ്, 2 സിനിമകളും എഴുത്തിലും മേക്കിങ്ങിലും അടിപൊളിയാണ്. പക്ഷേ ഈ 2 സിനിമയും സംസാരിക്കുന്ന വിഷയം ഈ രാജേഷിന്റെ അടുത്ത് സംസാരിക്കുമ്പോ മജയാക്കി സംസാരിക്കും. ഇന്ന് സ്ത്രീകൾക്ക് വിശ്രമം. ഇന്ന് അടുക്കളയിൽ ഞങ്ങള് ആമ്പിള്ളേർ കയറും. അത് എഴുതാൻ നല്ല കഴിവ് വേണമെങ്കിലും ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് വേണമെന്നില്ല. നമ്മളിൽ പലരും കണ്ടതും കേട്ടതുമായ കുറെ പേരുടെ ജീവിതത്തിന്റെ കഥകളാണ് ഈ 2 സിനിമകളിലും ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വാഴയുടെ കേസിൽ അതങ്ങനെയല്ല. അതിൽ പ്രത്യേകം ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഒരു ഹോൾ ലൈഫാണ് സിനിമയിൽ കാണിക്കേണ്ടത്. ഓൾസോ വാഴ 1നും 2വിനും ഇത്രയും ഒരു ഹൈപ്പ് കിട്ടാൻ കാരണം ഹാഷിറൻ ടീമാണ്. സോ വാഴ 3യിൽ അവരുടെ ക്യാമിയോ എല്ലാം ഉണ്ടെങ്കിൽ അത് സിനിമയുടെ പ്രൊമോഷന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എനിവേ, റൈറ്റർ ഇപ്പം നടക്കുന്ന കോൺട്രവേഴ്സി എല്ലാം അറിഞ്ഞതുകൊണ്ട് ഗേൾസിന്റെ ജീവിതത്തിൽ ഇതിന് മാത്രം എന്ത് കഥയാ എന്ന് ചോദിച്ചവന്മാർക്ക് എല്ലാം ഉള്ള ഉത്തരം അദ്ദേഹം വൃത്തിക്ക് തന്നെ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വാഴ 2 കണ്ട് സിബ്ലിങ്സിനോട് റെസ്പെക്റ്റും സ്നേഹവും തോന്നിയ പോലെ ഭാര്യമാരോടും അനിയത്തിമാരോടും ചേച്ചിമാരോടുമെല്ലാം അവരെ ഇതുവരെ മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കാനും അവരോടുള്ള റെസ്പെക്റ്റ് കൂടാനും വാഴ 3 ഒരു കാരണമാവട്ടെ. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇഫ് യു ലൈക്ക് ദ കണ്ടന്റ്, ഡു സബ്സ്ക്രൈബ്. ടേക്ക് കെയർ, ബൈ ബൈ.